എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചില ആൾക്കാരുണ്ട്, എത്ര കിട്ടിയാലും എത്ര കൊണ്ടാലും അവർ പഠിക്കില്ല. അത്തരത്തിൽപ്പെട്ട ആളുകളാണ് CPMകാർ, അന്തംഗമ്മികൾ. കുറച്ചു മുമ്പാണ് മാതൃഭൂമി ന്യൂസിലെ അഭിലാഷ് മോഹൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. നമുക്കറിയാലോ, വീണ ജോർജിൻ്റെ കഴുത്ത് KSUക്കാർ പിടിച്ചോടിച്ചു, തിരിച്ചു, വളച്ചു, ഇടിക്കട്ട കൊണ്ട് ഇടിച്ചു. ഗൺമാൻ പറഞ്ഞത് എന്തോ ഒരു ആയുധം കൊണ്ട്, ആയുധം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല, എന്തോ ഒരു ആയുധം കൊണ്ട് അടിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഇവർ കള്ളങ്ങൾ പെരും കള്ളങ്ങൾ പറഞ്ഞത്. പക്ഷേ അവിടെ നിരവധിയായ ക്യാമറകൾ, CCTV ക്യാമറകൾ, ഇതിലൊന്നും അത്തരം ദൃശ്യങ്ങളില്ല. പകരം നമ്മളൊക്കെ കണ്ടത് ആരോഗ്യമന്ത്രി KSU എന്താ പറയുക, കരിങ്കൊടിയുമായി എത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ ഈറ്റപ്പുലിയെ പോലെ ചാടിക്കേറുകയാണ്. വരുന്നടാ നിങ്ങൾക്ക് പേടിത്തൊണ്ടന്മാരോ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രിയെ നിയന്ത്രിക്കാനായിരുന്നു പോലീസുകാർ പണിപ്പെട്ടത്. ആരോഗ്യമന്ത്രിയുടെ അടുത്തുപോലും പ്രതിഷേധക്കാരും എത്തിയത് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊന്നും കണ്ടില്ല. അങ്ങനെയാണ് ഇവർക്ക് എന്തോ ഭയങ്കര കഴുത്താകെ ഒടിഞ്ഞു തൂങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ പരിയാരം മെഡിക്കൽ, അതിൻ്റെ ആദ്യം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ 13 അംഗ, അവിടുത്തെ ഏറ്റവും ഉന്നതരായ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഡോക്ടർമാരുടെ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നു. അവർ പരിശോധിക്കുന്നു, അവർ MRI സ്കാനിങ് നിർദ്ദേശിക്കുന്നു, MRI സ്കാൻ എടുക്കുന്നു. അപ്പോഴാണ് എന്തെല്ലോ കശേരിക്കൾ സമ്മർദ്ദം, അതിൻ്റെ മൂലാഗ്രം തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയില്ല. അത്തരം റിപ്പോർട്ടുകളൊക്കെയാണ് വന്നത്. അവരെന്നിട്ട് പറയുന്നു ദീർഘനാൾ വിശ്രമം വേണം, വളരെ ഗുരുതരമായ പരിക്കാണ് എന്നൊക്കെ ഡോക്ടർമാർ പറയുന്നു. പക്ഷേ സംഭവിച്ചെന്താ? ഇങ്ങനെ പറഞ്ഞതിൻ്റെ പിറ്റേന്ന് പുലരും മുമ്പ് 4 മണിക്ക് വീണ ജോർജ് ICUവിൽ നിന്ന് നേരെ വീട്ടിലേക്ക് കാറിൽ പുറപ്പെടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പോൾ അതോടുകൂടി തന്നെ വീണ ജോർജ് പറഞ്ഞത് 100%, 101% കള്ളത്തരമാണ് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു. കഴുത്തിന് എന്തെങ്കിലും ചെറിയൊരു വേദനയോ കഴുത്തിന് ഉൾക്കമുള്ള ആൾക്കാർ കാറിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, കണ്ണൂരിൽ നിന്ന് കാറിൽ കയറി ഇവർ തിരുവനന്തപുരത്തേക്ക് പോകുകയാണെന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ ഇവർ പോയത് പത്തനംതിട്ടയിലെ വീട്ടിലേക്കാണ്. കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിലെ മന്ത്രിയുടെ വീട്ടിലേക്ക് ഏതാണ്ട് ഒരു 400 കിലോമീറ്റർ ദൂരം കാറിൽ കഴുത്ത് പെടലി വെട്ടിയ, അല്ലെങ്കിൽ പെടലിക്ക് ഇത്രയും അസുഖമുള്ള ഒരു മന്ത്രി യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മന്ത്രിക്ക് കഴുത്തിന് ഒരു തകരാറുമില്ല എന്നുള്ളതാണ്. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ, ഈ പോട്ടെ, വീട്ടിൽ പോയി വിശ്രമിക്കാനാണെങ്കിൽ ആംബുലൻസ് ഉണ്ടായിരുന്നല്ലോ, ആംബുലൻസിൽ പോകാലോ. മുഖ്യമന്ത്രിയുടെ കണ്ടത്തിൽ നിർത്തിയിട്ട്, തായ്ക്കണ്ടി തറവാട്ടിലെ കണ്ടത്തിൽ നിർത്തിയിട്ട് ഒരു ഹെലികോപ്റ്റർ ഉണ്ടല്ലോ. വീണ ജോർജ് ഒന്ന് പറഞ്ഞാൽ കാരണബോധം എത്തിച്ചു കൊടുക്കില്ലേ? അപ്പം അതൊന്നും ചെയ്തില്ല. ഇത് പുലർച്ചെക്കാണ് പോയത് എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ രക്ഷപ്പെടുകയായിരുന്നു. പോട്ടെ, അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ കേരളീയ സമൂഹം കണ്ട് ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും മനസ്സിലായി, അമ്മ പറഞ്ഞത് 100% കള്ളത്തരമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. അന്തംഗമ്മികൾക്കും മനസ്സിലായി. പക്ഷെ അന്തംഗമ്മികൾക്ക് ഇത് പുറത്തു പറഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഗോവിന്ദൻ ഇന്നലെയും പറഞ്ഞത് ഇത് ഗറില്ല ആക്രമണമാണ്. ഗറില്ല ആക്രമണം പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, ചാടി വീഴുകയാണ് ഗറില്ല ആക്രമണ രീതി. നന്നായിട്ട് ഇവർക്ക് അറിയാം. ഇവരാണല്ലോ ഗറില്ല ആക്രമണത്തിന്റെ ഉപജ്ഞാതാക്കളും അതിന്റെ പ്രയോക്താക്കളും. ഏതായാലും KSUക്കാർ നടത്തിയത് ഗറില്ല ആക്രമണമാണെന്ന് ഗോവിന്ദൻ പറഞ്ഞു. ഗോവിന്ദൻ അതിൻ്റെ തലേ ദിവസം പറഞ്ഞത് കഴുത്ത് പിടിച്ചു ഒടിച്ചു തിരിച്ചു എന്നൊക്കെയാണ്. MV ജയരാജൻ പറഞ്ഞത് വധശ്രമം, KK രാഗേഷ് പറഞ്ഞത് വധശ്രമം, ചാടി വീണ് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെയായിരുന്നു. ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നാറി അല്ലേ. കുറച്ചു മുമ്പ് മാതൃഭൂമിയിലെ അഭിലാഷ് മോഹൻ വീണ ജോർജുമായി അഭിമുഖം നടത്തുകയാണ്. വീണ ജോർജ് കഴുത്തിൽ ഇങ്ങനെ മറ്റേ നെക്ക് കോളറൊക്കെ ഘടിപ്പിച്ചിട്ട് കഴുത്തൊക്കെ ഇങ്ങനെ 90 ഡിഗ്രിയിൽ ഇങ്ങനെ പൊന്തിച്ച് വെച്ചിട്ടാണ് വീണ ജോർജ്. വളരെ ആയാസപ്പെട്ടു എന്ന് തോന്നും. നല്ല അഭിനയമാണ് കേട്ടോ. കാരണം ഈ എന്താ പറയുക, ഈ അഭിമുഖത്തിലൊക്കെ നിങ്ങൾ കാണണം. ഇപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും കൗതുകം, എന്താണ് വീണ ജോർജ് ഇനി എന്താണ് പറയാനുള്ളത്. വീണ ജോർജിന്റെ ഗൺമാൻ പറഞ്ഞത്, അതായത് വീണ ജോർജിന്റെ അടുത്ത് നിൽക്കുന്ന ഗൺമാൻ മൊഴി നൽകിയത് ഒരായുധം കൊണ്ട് ആഞ്ഞടിച്ചു എന്നുള്ളതാണ്. ആയുധം ഏതാണെന്ന് ഗൺമാൻ കണ്ടില്ല. അപ്പൊ ആയുധം ഏതാണെന്ന് ഗൺമാൻ കണ്ടില്ലെങ്കിൽ വീണ ജോർജ് കാണണമല്ലോ. അപ്പം അഭിലാഷ് മോഹൻ തീർച്ചയായും വീണ ജോർജിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ
മിനിമം ചോദിക്കേണ്ട ചോദ്യം എന്ത് ആയുധം കൊണ്ടായിരുന്നു മിനിസ്റ്ററെ അടിച്ചത് എന്നാണ് ചോദിക്കേണ്ടത്. പക്ഷേ അഭിലാഷ് മോഹൻ അങ്ങനെ ചോദിച്ചതായി ഞാൻ കേട്ടില്ല കേട്ടോ, ഞാൻ കേട്ടില്ല. കാരണം ഇത് കഷ്ടമായിട്ടാണ് ഞാൻ ഈ എന്താ പറയുക മാതൃഭൂമി ഓൺലൈനിൽ കണ്ടത്. അങ്ങനെ ചോദിച്ചില്ല. അഭിലാഷ് മോഹൻ വളരെ വിനീത വിധേയനായിട്ടാണ്, എന്ന് പറഞ്ഞാൽ അഭിലാഷ് മോഹൻ വെളുപ്പിക്കുകയാണ്. മന്ത്രിയെ വെളുപ്പിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത് അഭിലാഷ് മോഹനാണ്. അപ്പൊ അഭിലാഷ് മോഹന്റെ ഓരോ ചോദ്യങ്ങളും മന്ത്രിയെ വെളുപ്പിക്കലാണ്. വളരെ ഭക്തി ആദരപൂർവ്വം അങ്ങനെ ചോദിച്ചോട്ടെ. മന്ത്രിയെ കാണുമ്പോൾ ബഹു 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 അങ്ങനെയാണ് ആദ്യം നമ്മളിങ്ങനെ നായ്ക്കളെ പോലെ കുറയ്ക്കണം. അങ്ങനെ ബഹു മന്ത്രിയെ കാണുമ്പോൾ അഭിലാഷ് മോഹന് എന്താ പറയുക, മന്ത്രിയോടുള്ള അമിതമായ ആദരവോ വിധേയത്വം ഒക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ അഭിലാഷ് മോഹന്റെ ചോദ്യങ്ങൾക്ക് മന്ത്രി പറഞ്ഞ മറുപടി കേട്ടുണ്ടല്ലോ, പെറ്റതുള്ള സൈക്കിളാണ്. നമ്മൾ പറയാറില്ലേ പെറ്റതുള്ള സൈക്കിൾ കേട്ടോ. അമ്മാതിരി. കാരണം ഈ ചില ആൾക്കാരുണ്ട് വായെടുത്ത കള്ളത്തരേ പറയുള്ളൂ, വായ തുറന്നാൽ കള്ളത്തരേ പറയുള്ളൂ. ഇവരുടെ വായിന് അതേ വരുള്ളൂ. അതായത് ഒന്ന് അഭിലാഷ് മോഹൻ ചോദിക്കുന്നുണ്ട്, എന്താ പറയുക, മിനിസ്റ്റർ ഈ പ്രക്ഷോഭകർക്ക് നേരെ, ഈ പ്രതിഷേധക്കാർക്ക് നേരെ ഇങ്ങനെ എന്താ പറയുക ആക്രോശിച്ചു കൊണ്ട് ചെന്നല്ലോ, അപ്പം മിനിസ്റ്ററെ പോലീസുകാർ ഇങ്ങനെ തടയുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ അമ്മ കിടന്ന് ഉരുളുകയാണ്. അല്ല, എൻ്റെ ശരീരം വേദനിച്ചു. ഇതിൻ്റെ ഏറ്റവും വലിയ രസം, വീണ ജോർജ് ഈ അഭിമുഖത്തിൽ ഒരിടത്തും പറയുന്നില്ല എന്നെ ഇന്ന ആയുധം കൊണ്ട് എൻ്റെ കഴുത്തിന് അടിച്ചു എന്ന് പറയുന്നില്ല കേട്ടോ. അത് അത്രയും സമാധാനം. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ വീണ ജോർജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 സംഘങ്ങളായിരുന്നു വന്നത്. അതിൽ ആദ്യത്തെ ഒരു സംഘം, ഇവരെ വിഷ്വൽസ് കണ്ടിട്ടായിരിക്കും പറയുന്നത്, ഒരാളിങ്ങനെ കരിങ്കൊടി വീശിക്കൊണ്ട് ഒരു നീല ഷർട്ടുകാരൻ വന്നു, അല്ല കറുത്ത ഷർട്ടുകാരൻ ഒരാൾ വന്നു. പിന്നെ അതിന് ശേഷം കരിങ്കൊടി ഇല്ലാതെ ഒരു വെള്ള ഷർട്ടുകാരൻ വന്നു. ഈ വെള്ള ഷർട്ടുകാരൻ വന്നു എന്ന് പറയുന്ന ഒരു നറേഷൻ MV ജയരാജനാണ് പറഞ്ഞത്. ഇയാളാണ് ആക്രമിച്ചതെന്നാണ് MV ജയരാജൻ പറഞ്ഞു കേട്ടോ. ഇയാളാണ് വധശ്രമം നടത്തിയതെന്നാണ് പറഞ്ഞത്. അപ്പം വീണ ജോർജ് പറയുന്നു അയാളാണ് ഉള്ളിലേക്ക് വന്നത് എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ എൻ്റെ അടുത്തെത്തി എന്ന് പറഞ്ഞു. വീണ ജോർജ് ഈ അഭിമുഖത്തിൽ പറയുന്നത് ആ വെള്ള ഷർട്ടുകാരൻ എൻ്റെ അടുത്തെത്തി, അത്രേ പറയുന്നുള്ളൂ കേട്ടോ. അടുത്തെത്തി കഴിഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തു എന്ന് പറയുന്നില്ല കേട്ടോ. അത്രയും സമാധാനം. ഇയാൾ വന്നിട്ട് എന്റെ കഴുത്ത് പിടിച്ചു എന്നോ, കഴുത്ത് പിടിച്ച് തിരിച്ചെന്നോ, കഴുത്തിൽ ഇടിച്ചു എന്നോ, ഇടിക്കട്ട കൊണ്ട് ഇടിച്ചു എന്നൊന്നും തൽക്കാലം വീണ ജോർജ് പറഞ്ഞിട്ടില്ലേ. ഇയാൾ അടുത്തെത്തി. അപ്പോൾ എനിക്ക് വേദന തുടങ്ങി. അപ്പോൾ ഞാൻ ആക്രോശിച്ച് ചാടിയത് എനിക്ക് വേദന തുടങ്ങിയപ്പോഴാണ്, എനിക്ക് വേദനിച്ചപ്പോഴാണ്. വേദനിക്കാനുള്ള കാരണം എന്താ മിനിസ്റ്ററെ? അഭിലാഷ് മോഹൻ അത് ചോദിച്ചില്ല. പക്ഷെ വീണ ജോർജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ള ഷർട്ടുകാരൻ അടുത്തെത്തിയപ്പോൾ എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ ആക്രോശിച്ചു. ഓക്കെ, ശരി, നമുക്ക് മനസ്സിലാക്കാം, വേദനിച്ചപ്പോൾ ആക്രോശിച്ചിട്ടുണ്ടാവും. അതിനിടയ്ക്ക് വീണ ജോർജ് പറഞ്ഞ ഏറ്റവും വലിയ കള്ളത്തരം എന്താണെന്ന് അറിയോ? പച്ചക്കള്ളം, പെരുന്നോണം. അതായത് വീണ ജോർജ് അഭിലാഷ് മോഹൻ ചോദിക്കുന്നുണ്ട്, നമുക്ക് കിട്ടിയ വിഷ്വൽസ് മുഴുവനും ഈ പ്രതിഷേധക്കാർ വരുന്നുണ്ട്, അവരെ പോലീസ് തള്ളി നിൽക്കുന്നുണ്ട്, മിനിസ്റ്ററുടെ ചുറ്റും പോലീസ് ഉണ്ട്, അവരൊന്ന് അടുത്തെത്തിയതായി വിഷ്വൽസിൽ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ പെരുന്നുണച്ചി എന്താ പറയുന്നത് അറിയോ? ആ ക്യാമറകളൊക്കെ അവരുടേതായിരുന്നല്ലോ എന്നാണ് എനിക്ക് മനസ്സിലായത്. അവിടെ ഉണ്ടായിരുന്ന ഈ വീഡിയോ ക്യാമറകളൊക്കെ അവരുടേതായിരുന്നല്ലോ, അതുകൊണ്ട് അവരത് മുഴുവൻ കാണിക്കില്ലല്ലോ എന്ന്. ആരുടേത്? അവിടെയുള്ള ക്യാമറകൾ മുഴുവൻ റിപ്പോർട്ടർ TVയുടെയും കൈരളി TVയുടെയും ഉൾപ്പെടെയുള്ള ഈ ചാനലുകാരുടെ വീഡിയോ ക്യാമറകൾ മുഴുവനും അവരുടേതായിരുന്നില്ല. അവരുടെ KSCക്കാരുടേത്. അപ്പൊ KSCക്കാരുടെ ക്യാമറകളായിരുന്നോ ഈ പത്രക്കാരൊക്കെ ഉപയോഗിച്ചത്? നമ്മൾ ഈ വ്യത്യസ്ത ചാനലുകളിലൊക്കെ കണ്ടല്ലോ, ഈ കൈരളിക്കാരൊക്കെ തലകുത്തി പറഞ്ഞിട്ടും, അല്ലെ, കൈരളിയും റിപ്പോർട്ടറും തലകുത്തി പറഞ്ഞിട്ടും അത്തരൊരു വിഷ്വൽസ് പോലും കിട്ടിയില്ല. അപ്പോഴാണ് തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ നോക്കി. അതായത് ഗവൺമെന്റ് ഒരു ഷർട്ടിന്റെ കഷ്ണം കണ്ടിട്ട് ഇവിടെയാണ് കരിങ്കൊടി വന്നത്, ഇയാളാണ് അടിച്ചതെന്നൊക്കെ പറയാനൊരു ശ്രമം ജയരാജന്റെ നേതൃത്വത്തിൽ, MV ജയരാജന്റെ നേതൃത്വത്തിൽ നടത്തി നോക്കി. പക്ഷെ പൊളിഞ്ഞു പോയി. അപ്പൊ ഈ ക്യാമറക്കാരുടെ ഒന്നും, നമ്മുടെ ഈ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറക്കാരുടെ ഒന്നും ദൃശ്യങ്ങളിൽ ഇത് പതിഞ്ഞിട്ടില്ല. മാത്രമല്ല റെയിൽവേയുടെ CCTV ദൃശ്യങ്ങൾ നോക്കിയപ്പം അതിലും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളില്ല. എന്നിട്ട് ഈ പെരുന്നുണച്ച് പറയാണല്ലോ ഇതൊക്കെ അവരുടെ ക്യാമറയാണ്. ഈ ഇങ്ങനെ കള്ളത്തരം പറയുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. നമ്മൾ ഏറെ കള്ളത്തരം പറയുന്ന ആൾക്കാരെ കണ്ടിട്ട് കള്ളത്തരം പിടിച്ചു പോകുമെന്ന് പറയുമ്പോഴേ, നമ്മളൊരു കള്ളം പറഞ്ഞാൽ അത് എന്താ പറയുക, അതിനെ സാധൂകരിക്കാൻ വീണ്ടും കള്ളം പറയും, അതിനെ സാധൂകരിക്കാൻ വീണ്ടും കള്ളം പറയേണ്ടി വരും. അങ്ങനെ കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷെ ഈ പറയുന്നതിന് നമുക്കൊരു ബോധ്യം വേണ്ടേ? നമ്മൾ പറയുന്ന കള്ളം മറ്റേ ആൾ വിശ്വസിക്കണം എന്ന് പറയുന്ന ഒരു മിനിമം ബോധ്യം നമുക്ക് വേണ്ടേ? അല്ലേ? നല്ല കള്ളത്തെ പറയും. ഇപ്പൊ നല്ല പട്ടാപ്പകലാണേ, ഞാനിപ്പോൾ പറയാണ്, ഇപ്പൊ നല്ല രാത്രിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇതിന് ചിലപ്പോൾ ഇവിടെ നല്ല കാർമേഘമൊക്കെ മൂടി പകലാണോ രാത്രിയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ വേണമെങ്കിൽ എനിക്ക് പറയാം ഇത് രാത്രിയാണെന്ന് പറയാം.
കാരണം അതാ നോക്കിയാട്ടെ ഒക്കെ അതാ ഇരുണ്ട് കിടക്കണ്. ചിലപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മളെ ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ പോകുന്നു, നല്ല മൂടിക്കെട്ടിയ ആകാശം എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് നമുക്ക് സമയം എത്രയാണെന്നൊന്നും അറിയില്ല. നട്ടുച്ചയാണെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരമാണെന്ന് തോന്നും, അസ്തമിക്കാറ് സന്ധ്യ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഒക്കെ നമ്മൾ ചിലപ്പോൾ കള്ളത്തരം പറയാം. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കും. ഇതല്ല, നല്ല എന്താ പറയാ, നല്ല പൊരി വെയിൽ നട്ടുച്ച സമയം. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയാണ് ഇപ്പോഴേ നല്ല പാതി രാത്രിയാണ്, കണ്ടില്ല കുറ്റാ കൂരിട്ട് കണ്ണ് കാണില്ല എന്ന് നമ്മൾ പറയില്ലല്ലോ. പക്ഷെ അന്തംഗമ്മികൾ പറയും, വീണ ജോർജും പറയും. വീണ ജോർജ് മാത്രമല്ല കേട്ടോ, യമനെ മാത്രമായിട്ട് കുറ്റം പറയണ്ട. വീണ ജോർജും പറയും, അപ്പം ഗോവിന്ദനും പറയും, എം പി ജയരാജും പറയും, കെ രാഗേഷും പറയും, ഷംസീർ പറയും. എണ്ണി പറയുകയാണെങ്കിൽ തീരൂല, ഈ പറയുന്ന അന്തംഗമ്മികൾ മുഴുവൻ പറയും. അപ്പൊ പിന്നെ അഭിലാഷ് മോഹൻ ചോദിക്കുന്നുണ്ട്, മിനിസ്റ്റർ അഭിലാഷ് മോഹൻ അതിനേക്കാളും വലിയ വിധേയത്വം ലിഫ്റ്റ് പോയപ്പോ എന്നൊക്കെ ചോദിക്കും. ലിഫ്റ്റിൽ അല്ലയുടെ പോയത് അഭിലാഷെ, മറ്റേ എസ്കലേറ്ററിലാണ് പോയത്. അത് വീണ ജോർജ് തന്നെ പറയുന്നുണ്ട്. ഞാനത് കഴിഞ്ഞിട്ട് 1ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് എസ്കലേറ്ററിൽ പോവുകയാണ്. അപ്പോൾ അഭിലാഷ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ മിനിസ്റ്റർ ചിരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ വളരെ കൂളായിട്ടാണല്ലോ പോകുന്നത് എന്ന്. അപ്പം പറയുന്നത് ഞാനത് അപ്പം മിനിസ്റ്റർ നേരെ തിരിക്കുകയാണ്. അതായത് ഈ എന്താ പറയാ, ഈ പ്രതിഷേധവും ബഹളത്തിനൊക്കെ ശേഷം 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ കണ്ട ദൃശ്യങ്ങളിലൊക്കെ ഉള്ളത് മിനിസ്റ്റർ ഭയങ്കര ആടി പാടിയിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോഴാണ് പത്രക്കാരെ കാണുന്നത്, പത്രക്കാരോട് എന്തോ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പത്രക്കാരോട് ചൂടാകുന്നുണ്ട്. അപ്പോഴാണ് കൂടെയുള്ള പോലീസുകാരി പത്രക്കാരോട് പറയുന്നത് നിങ്ങൾ മന്ത്രിയെ പ്രകോപിപ്പിക്കരുത് എന്ന് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴൊന്നും കഴുത്ത് പിടിക്കുന്നോ കഴുത്ത് തൊടുന്നൊന്നും ഇല്ല കേട്ടോ. പക്ഷെ വീണ ജോർജ് അഭിലാഷോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെ ഈ മറ്റേ ആള്, ഈ വെള്ള ഷർട്ടുകാരൻ എന്റെ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ കഴുത്തിന് വേദന തുടങ്ങിയെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ അപ്പോഴൊന്നും മിനിസ്റ്റർ കഴുത്ത് തൊടുന്നില്ല. മിനിസ്റ്റർ കുറേം കൂടി ഒന്ന് രൂക്ഷാക്കാൻ ശ്രമിക്കുന്നത്, എന്റെ ചെവിയിൽ നിന്ന് രക്തം വരുന്നതായി എനിക്ക് തോന്നി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ക്ലിക്കായില്ല. അപ്പൊ ഏതായാലും അഭിലാഷ് ചോദിക്കുന്ന ചോദ്യത്തിന് എന്താണ് നിങ്ങൾ മിനിസ്റ്റർ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴും വളരെ കൂളായിട്ടാണല്ലോ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ മിനിസ്റ്റർ പറയുന്നത്, ഞാൻ ഈ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് അറിയാലോ ഇവിടെ എന്തോ ഒരു എന്താ പറയാ പ്രതിഷേധം നടക്കാൻ പോകുന്നുണ്ട് എന്ന് എനിക്ക് അറിയാലോ, കുറെ ക്യാമറക്കാരൊക്കെ ഞാൻ കണ്ടിരുന്നു, അപ്പോഴേ ഞാൻ വളരെ കൂളായിട്ടാണ്. അഭിലാഷ് ചോദിക്കുന്ന ഒന്ന് പറയുന്നത് വേറെ. അത് നമ്മുടെ സ്ഥിര സഖാക്കളുടെ പരിപാടിയാണ്. അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയും. അതെല്ലാ ന്യായീകരണ തൊഴിലാളികളും പറയുന്ന പോലെ പറയുകയാണ്. അങ്ങനെ ഇതിന്റെ അടിയിലെ വളരെ രസകരമായ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അത് 1-2 കമന്റുകൾ നമ്മൾക്ക് നോക്കാം. അതിലൊരു കമന്റ് എന്താ അറിയോ, എന്തൊരു അഭിനയമാണ് സ്ത്രീയെ നിങ്ങൾ എന്നാണ്. എന്തൊരു അഭിനയമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അഭിനയിക്കുകയാണ് വീണ ജോർജ്. സമ്മതിക്കണം കേട്ടോ. ഒരു കള്ളം മറയ്ക്കാൻ 100 കള്ളങ്ങൾ പറയേണ്ടി വരും. ഇതെല്ലാം കാണുന്ന ജനങ്ങളെ വെറും കഴുതകളാക്കരുത് മന്ത്രിയും അഭിലാഷും കൂടി എന്നാണ് പറയുന്നത്. അഭിലാഷിന് തുല്യ എന്താ പറയുക ഉത്തരവാദിത്തമുണ്ട്. അഭിലാഷ് ഇങ്ങനെയൊന്നല്ല ചോദിക്കേണ്ടത്, വളരെ കൃത്യമായി ചോദിക്കണ്ടേ. എന്തായുധം കൊണ്ടായിരുന്നു നിങ്ങളെ അടിച്ചത്? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കള്ളത്തരം പറയുമ്പോൾ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത്? അല്ല മിനിസ്റ്ററെ, ഞാൻ അതല്ല ചോദിച്ചത്. നിങ്ങളിപ്പോൾ ചിരിച്ചുകൊണ്ട് വരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തുടക്കത്തിൽ വരുന്നതാണല്ലോ. അതല്ല, അത് കഴിഞ്ഞിട്ടും നിങ്ങൾ ചിരിച്ചിട്ടുണ്ട്. അതെന്തിനായിരുന്നു ചിരിച്ചത്? ഈ ആള് നിങ്ങളുടെ അടുത്തെത്തിയപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേദന വന്നത്? ഒരാൾ അടുത്തെത്തിക്കഴിഞ്ഞാൽ, പ്രക്ഷോഭകാരി അല്ലെങ്കിൽ പ്രതിഷേധക്കാരൻ നിങ്ങളുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കഴുത്ത് എങ്ങനെയാണ് വേദനിക്കുക? നിങ്ങൾ ഷംസീറിന്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് നിങ്ങൾ കഴുത്ത് പിടിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ എന്തിനാണ് ഈ പുറത്തേക്ക് തന്നെ ഓടിയത്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഭിലാഷ് ചോദിക്കാനുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും അഭിലാഷ് ചോദിക്കുന്നില്ല. അത് അഭിലാഷിന്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ തടയുന്നില്ലേ, അഭിലാഷിന് ചോദിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവില്ല. ഇനി മറ്റൊരു പ്രതികരണമാണ്. ഇപ്പോൾ തന്നെ വഷളായി, ഇനി പറഞ്ഞ് കുളമാക്കണ്ട. ഇപ്പം തന്നെ മന്ത്രി ഇതാ ഇത് കേൾക്കണേ. ഇപ്പൊ തന്നെ വഷളായി, ഇനി പറഞ്ഞ് കുളമാക്കണ്ട. പ്രതിഷേധക്കാർ കൊണ്ടുവന്നതാണോ മാതൃഭൂമി, 24, റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ്, മനോരമ, പിന്നെ ഏറ്റവും പ്രധാനമായ റെയിൽവേ CCTV, ഇതൊക്കെ KSCക്കാർ കൊണ്ടുവന്നതാണോ മന്ത്രിന്ന്? ഉളുപ്പുണ്ടോ വീണ ജോർജെ? ഞാൻ ഇങ്ങനെ വേണ്ടെന്നായിരിക്കും നിങ്ങളെ ഇമ്മാതിരി പരിപാടി കാണുമ്പേ. നിങ്ങൾ മറ്റേ കാര്യത്തിന് ഉത്തരം പറ. ആ അർഷീനന്റെ വയറ്റിൽ കത്രിയ, ആ വിനീതയുടെ കൈ മുറിച്ച് കളഞ്ഞത്, ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? പിന്നെയും വന്നിരുന്ന് ന്യായീകരിക്കണം. ഒരു ഉളുപ്പില്ലാതെ ന്യായീകരിക്കുക. ചോദിച്ചു പൊയ്ക്കോടെ നിങ്ങൾക്ക്. അടുത്ത വേറൊരു കമന്റ് ആണ്, തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അഭിനയം തുടരും. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കിയത് അഭിനയം കഴിഞ്ഞു. അപ്പൊ ഷംസീറിന്റെ തിരക്കഥ പൊട്ടിയതോട് കൂടിയിട്ട് അഭിനയം കഴിഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴും അഭിനയം തുടരുകയാണ്. അപ്പൊ ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ വീണ ജോർജ് അഭിനയം തുടരും. അഭിലാഷിന്റെ മാതിരിയുള്ള ഇങ്ങനെ റിപ്പോർട്ടർമാരൊക്കെ ഇതിനു വേണ്ടിയിട്ട് അഭിമുഖത്തിന് വേണ്ടി കാത്തിരിക്കും. ഈ കള്ളത്തരങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. നടക്കട്ടെ. കറുത്ത തുണി കണ്ട നേരം കഴുത്തുളുക്കിയ നേതാവ്, അങ്ങനെയാണ് വേറെ ആൾ പറയുന്നത്. നുണറാണി രാവിലെ തന്നെ ചിരിപ്പിക്കാൻ എത്തിയോ എന്ന് മാത്യു കെ ചോദിക്കുന്നു.
എന്റെ അഭിലാഷയെ നേരം വെളുക്കുമ്പോൾ വേണോ ഈ കടുങ്കൈ എന്നാണ് ഒരാൾ ചോദിക്കുന്നത്. എന്റെ അഭിലാഷയെ നേരം വെളുക്കും മുമ്പ് വേണോ മോനെ ഈ കടുങ്കൈ? ICU എന്ന് കേട്ടാൽ ഒരു ഭയം ഉണ്ടായിരുന്നു, അത് ഇല്ലാതാക്കിയ വീണക്ക് നന്ദി. അതാണ് ഒരാൾ പറയുന്നത്. അത് ഈ ICU എന്നൊക്കെ നമ്മൾ വിചാരിക്കും എന്തോ ഭയങ്കര സംഭവമാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി ICU എന്ന് പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല. അത് എന്താ പറയാ, ആർക്കും കയറി വരാം, ഫോട്ടോ എടുക്കാം, നല്ല ഫുൾ ജോളിയാണ് ICU എന്ന് തെളിയിച്ചു തന്ന മന്ത്രി. ആ ബെൽറ്റ് ഇട്ടിട്ടായിരിക്കും ആ ബെൽറ്റ് ഇട്ടിട്ടായിരിക്കും ഇനി കഴുത്ത് കൊടുക്കുക. ആ ബെൽറ്റൊക്കെ നീ അയച്ചാളി. അത്ര കൂടുതൽ ഓവർ ആക്ടിങ് വേണ്ട. വീണ മന്ത്രി ആ കഴുത്തിൽ കെട്ടിയ ആ ബെൽറ്റ് ഉണ്ടല്ലോ, അത് അഴിച്ചാളി. ഇനി ഇപ്പൊ അത് ഇങ്ങനെ കുറെ സമയം കഴുത്ത് ഇങ്ങനെ വെച്ചാലേ അപ്പോഴെനിക്ക് ഉളുക്കുക കേട്ടോ. അഭിലാഷ് മന്ത്രിയും എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും ജനം ഇതൊന്നും അങ്ങോട്ട് വിശ്വസിക്കുന്നില്ലല്ലോ എന്നാണ് ബിന്ദു സുനിൽകുമാർ പറയുന്നത്. മന്ത്രി ബെൽറ്റ് ഊരരുത്, ആറന്മുളയിൽ ജയിപ്പിച്ചോളാം എന്ന് രതീഷ് പറയുന്നു. അങ്ങനെ കള്ളം പറയുന്ന നീ നാളെ ജനങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ആര് ചോദിക്കുന്നത്? ബൈജു മണാശ്ശേരി ചോദിക്കുന്നത്. അവർക്കേ നാണമില്ല, നിനക്കും നാണമില്ല അഭിലാഷെ വെളുപ്പിക്കാൻ ഇറങ്ങാൻ എന്ന് സന്ധ്യ സജീവ് ചോദിക്കുന്നു കേട്ടോ. ഇത് കേട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ അഭിലാഷെ നിനക്കെന്ന് ചോദിക്കുന്നത്. ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ എന്റെ അഭിലാഷേ എന്ന് ആര് ചോദിക്കുന്നു? ബൈജു ചോദിക്കുന്നു കേട്ടോ. എത്ര വെളുപ്പിച്ചിട്ടും ശരിയാകുന്നില്ല, അഭിലാഷിന് ഒന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല. വേറൊരാൾ പറയുന്നു, ഇതാണ് നുമ്മ പറഞ്ഞ നടി, രാവിലെ ഇരുന്ന് തള്ളുന്നു മന്ത്രി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവരെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. കഴുത്തിന് ഇതൊക്കെ കിട്ടിട്ട് നമ്മളെ മറ്റേ സിനിമയിലെ, ഏത് സിനിമയിലാണ്, നമ്മളെ ദിലീപ് അവതരിപ്പിച്ച സിനിമയില് കൊച്ചിൻ ഹനീഫിനെ കാണുമ്പോൾ നമ്മളിങ്ങനെ ചിരിക്കല്ലോ. കൊച്ചിൻ ഹനീഫിനെ മാത്രമല്ല, പിന്നെ അതിൽ മറ്റേ ആളുണ്ട് തോന്നുന്നു അല്ലേ, നമ്മുടെ ജഗതി അല്ല, അതില് കൊച്ചിൻ ഹനീഫിയാണ് മറ്റേ ആള്, പെടലി എന്ന് വിളിക്കുന്ന ആള്. 5 വർഷം കത്രിക വയറ്റിൽ വേദനയോടെ കൊണ്ടു നടക്കാമെങ്കിൽ 2 വർഷം പെടലി തിരിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് ആര് പറയുന്നു? സത്യൻ തൃക്കാക്കര പറയുന്നു. അഭിനയം തുടരുമെന്നാണ് അഷ്റഫ് പറയുന്നത്. എന്തൊരു പച്ച കള്ളമാണ് തള്ളെ പറയുന്നത്. നമിച്ചു. ഓസ്കാർ നിങ്ങൾക്ക് തന്നെ. അഭിലാഷെ അല്പം ഉളുപ്പ് വേണം, രാവിലെ വെളുപ്പിക്കാൻ ഉറങ്ങിയിരിക്കുന്നു എന്ന് മറ്റൊരാൾ രോഷം കൊള്ളുന്നു. ആരാണ്? KA ജോർജ്. പത്രക്കാരെ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ആ സ്പോട്ടിൽ പറയാമായിരുന്നില്ലേ അവർ ചെയ്തിട്ടില്ല എന്ന്? പത്രക്കാര് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതാണ്. ഈ ദൃശ്യങ്ങളൊക്കെ കാണിച്ചിട്ട് അവർ പറയാനായിരുന്നു, KFC-കാര് ഇവരെ ഒന്നും ചെയ്തിട്ടില്ല, ഇത് കള്ളത്തരമാണ്, അഭിനയമാണെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു പത്രക്കാരുണ്ടായിരുന്നില്ല, ഒരു മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യം കിട്ടില്ലല്ലോ അല്ലെ? പരസ്യം കിട്ടില്ലല്ലോ. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. വേറെ ഷക്കീർ പറയുന്നു, സംസാരത്തിൽ അഭിലാഷിനേക്കാൾ ഉഷാർ. പെടലി വിളിക്കിട്ടും സംസാരത്തിൽ അഭിലാഷിനേക്കാൾ ഉഷാറാണെന്ന് പറയുന്നത്. വേറെ ജയേന്ദ്രൻ പറയുന്നു, ഈ കാഴ്ച കണ്ടപ്പോൾ മൺകലത്തിൽ തലയിട്ട് കലം പൊട്ടി വക്ക് കഴുത്തിലായ ചില ജീവികളെയാണ് ഓർമ്മ വരുന്നത്. ഏത് ജീവി എന്ന് പറഞ്ഞിട്ടില്ലല്ലേ? ആ ജീവി ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ചിന്താ ജെറോമിനോട് ചോദിച്ചാൽ മതി. ചിന്താ ജെറോമാണല്ലോ ഇപ്പൊ ഇങ്ങനെ കേരളത്തിൽ തെറി പറയല്ല കേട്ടോ, കേരളത്തിലെ അമ്മമാരെ മുഴുവൻ ആക്ഷേപിച്ച ചിന്താ ജെറോം എന്ന് പറയുന്ന വാഴക്കുല സഖാവ്. ഇനി മുതൽ പെടലി മന്ത്രി എന്ന പേരിൽ ഇവർ അറിയപ്പെടുന്നതാണ്. അത് അറിയാം നമുക്ക്. പിന്നെ ഈ പെണ്ണുമ്പിള്ളയ്ക്ക് ഓസ്കാർ അവാർഡ് കൊടുക്കണം. വേറൊരാള് അഭിലാഷ് വീണ്ടും ട്രോളാൻ വേണ്ടി നടത്തിയതാണോ ഈ ഇന്റർവ്യൂ? അതാണ് എനിക്ക് സംശയം. അതാണ് കേട്ടോ, അഭിലാഷ് ഈ അമ്മനെ വീണ്ടും ട്രോളിപ്പിക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും അപമാനിക്കാൻ വേണ്ടിയിട്ട് അഭിലാഷ് നടത്തിയ പണിയാണോ എന്ന് ഒരു ചെറിയ സംശയം ഇല്ലാതില്ല കേട്ടോ. വീണ്ടും കളവ് പറഞ്ഞ് നാണം കെടുകയാണ് എന്ന് രാധു പറയുന്നു. വൈറ്റ് വാഷിംഗ് തുടങ്ങിയല്ലോ എന്ന് മറ്റൊരാൾ പറയുന്നു. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എത്ര വെളുപ്പിക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. നിങ്ങളുടെ അടുത്ത് പോലും അവർ എത്തുന്ന ഒരു വീഡിയോ പോലുമില്ല. നിങ്ങളുടെ അടുത്ത് പോലും അവർ എത്തുന്ന ഒരു വീഡിയോ പോലുമില്ല. ആക്രമിച്ച് അന്ന് തുടങ്ങിയതാണ്, സ്ത്രീയാണല്ലോ എന്ന് എല്ലാവരും പറയുന്നത്. എല്ലാവർക്കും തുല്യത വേണം, പക്ഷേ ആവശ്യം വരുമ്പോ സ്ത്രീയുടെ ക്രെഡിറ്റും വേണം. ഇനിയെങ്കിലും സത്യം പറഞ്ഞൂടെ എന്റെ വീണമന്ത്രി എന്ന് ചോദിക്കുന്നു മുഹമ്മദ് അഷ്റഫ്. അഭിനയമന്ത്രി പുറത്തു വന്നു. ഇത്രയും മോശമായ ഒരു മന്ത്രി ലോകത്തിൽ തന്നെ ഉണ്ടാവില്ല. അഭിനയമന്ത്രി ആവണം ലോകത്തിൽ തന്നെ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ? മികച്ച കഥ, പക്ഷെ നാടകം പൊളിഞ്ഞു. അതൊരു നല്ല കമന്റ് ആണ്. മികച്ച കഥയായിരുന്നു, പക്ഷെ നാടകം എന്താ പൊളിഞ്ഞു. CCTV-യിലും കാണാത്ത ഏതോ അദൃശ്യകരങ്ങൾ മന്ത്രിയുടെ പെടലിക്ക് പിടിച്ചു. അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഗോവിന്ദനെ കഥ പറയുന്നത് നമ്മളെ ഉണ്ണിത്താനാ പറഞ്ഞത്. കുട്ടിച്ചാത്തൻ. ലോക സിനിമ, അടുത്ത ലോക സിനിമയില് നമ്മുടെ ചാത്തന്മാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ടല്ലോ. ചാത്തന്മാർ വരുന്നുണ്ട്, അങ്ങനെ ഏതോ ഒരു ചാത്തൻ ചെയ്തതായിരിക്കണം. നാടിന് അപമാനം ഈ മന്ത്രി. സിമ്പിളായി ഉത്തരം പറഞ്ഞൂടെ? നിങ്ങൾക്ക് എങ്ങനെ പരിക്ക് പറ്റി? അത് പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ ഒരു പരിക്ക് അവിടെ ഉണ്ടായിട്ടില്ല.
അവരുടെ ക്യാമറ പോട്ടെ, CCTV ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു തെളിവ് കൊണ്ടുപോവാ. ഇതൊരുമാതിരി പശുവിനെ പറ്റി ചോദിക്കുമ്പോൾ പശുവിന്റെ കയറിട്ട് കെട്ടി, കയർ തെങ്ങിൽ കെട്ടി തെങ്ങിനെ പറ്റി സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. അഭിലാഷേട്ടനെ സമ്മതിക്കണം, ചിരിക്കാതെ പിടിച്ചിരുന്ന് കളഞ്ഞല്ലോ എന്നാണ്. അത് പൊളിച്ചിട്ടോ. അഭിലാഷ് ഈ മറുപടിയൊക്കെ കേട്ടിട്ട് ചിരിച്ചു പോകേണ്ടതാണ്, പക്ഷെ ചിരിച്ചില്ല. അഭിലാഷ് സമ്മതിക്കണം. പിന്നെ 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 ഈ നൂറുകണക്കിന് കമന്റുകളാണ്. ഈ കമന്റുകളിലൊന്നും, ഇത് ഏറ്റവും വലിയ രസം എന്താ അറിയോ, ഈ കമന്റുകളിലൊന്നും വീണ ജോർജിന് അനുകൂലമായ കമന്റുകൾ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അന്തംഗമികൾക്ക് വരെ മനസ്സിലായിട്ടുണ്ട് ഇയമ്മ പറഞ്ഞത് പച്ചക്കള്ളമാണ്, നുണയാണ്. നുണകൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട്, നല്ല സഖാക്കളോട് കാര്യം പറയാണ്, ഇയമ്മനോട് മിണ്ടായിരിക്കും പറയണം കേട്ടോ. ഇയമ്മ ഓരോ പ്രാവശ്യം വായ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള വോട്ടുകളാണ് പോകുന്നത് കേട്ടോ. അതൊന്ന് ഓർമ്മിക്കണേ. വീണ്ടും 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 കള്ളത്തരം പറയുമ്പോൾ അത്രമാത്രം ഇവരോടുള്ള പുച്ഛം, വെറുപ്പ്, പരിഹാസം ഇതൊക്കെയാണ് ജനങ്ങൾക്കുള്ളത്. അത് തന്നെയെങ്കിലും തിരിച്ചറിയണം കേട്ടോ. അതിനുള്ള ബോധം ഇവർ നിങ്ങൾക്കില്ലേ? കഷ്ടം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല. അതുകൊണ്ടാണ് കേട്ടോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്.